യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ഒരാളിനെ കൊന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്. അവളെ പോലുള്ളവരെ ഗ്യാസ് എടുത്ത് തൂക്കിക്കൊള്ളണം. ഒരു കുടുംബത്തിന്റെ ജീവിതമാണ് അവർ നശിപ്പിച്ചത്. ഇതിനെതിരെ പ്രതികരിക്കും. ആര് പ്രതികരിക്കും? രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാവരും പെണ്ണിന്റെ കൂടെ നിൽക്കും. എന്തെങ്കിലും പറയുന്നതെന്തെങ്കിലും തെറ്റിപ്പോയാൽ ഉടനെ അകത്തായി പോകും. നിങ്ങളൊരു തെറ്റ് ചെയ്യാതെ നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമസ്കാരം. സോഷ്യൽ മീഡിയ ഹരാസ്മെൻറ്റിൻ്റെ പേരിൽ 42 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഞെട്ടലോടെയാണ് കേരളം ശ്രമിച്ചത്. ഒരു ഷംജിദ മുസ്തഫ 30 വയസ്സുള്ള പെൺകുട്ടി അവർ ബസ്സിൽ വെച്ച് അവരെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ടു. അങ്ങനെ അതൊരുപാട് വൈറലായി, ആൾക്കാരെ കണ്ടു. അവരുടെ സ്വന്തം ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ് അത് അവർ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു വീടിൻ്റെ കുടുംബനാഥനെയാണ്. അമ്മ, അതുകൊണ്ട് ഒരു പെൺകുട്ടി കാണിച്ച ആ ഒരു സംഭവം കൊണ്ട് ഒരാളുടെ ജീവനാണ് പോയത്. അവരുടെ എന്താ പറയുക, അവരുടെ ചാനലിൻ്റെ റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു വിവരക്കേട് എന്ന് തന്നെ പറയാം നമുക്ക്. പക്ഷേ ഒരു പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. റീലിന് അവർക്ക് പണം കിട്ടുക എന്നുള്ള ഇഷ്യമായിരിക്കും അല്ലേ? അതോ മറ്റെന്തെങ്കിലും ആണോ? പൈസ കിട്ടും, അതിനുവേണ്ടി ഇങ്ങനെ വരുമാനം കിട്ടും. യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ഒരാളിനെ കൊന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്. എല്ലാവരും ഇതാ ചോദിക്കുന്നത്. ഇന്നലെ ചാനൽ ചർച്ചകളിലും ഇതായിരുന്നു. ഇന്നലെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ഞാനും ഒരു മോനും മോളും ഒക്കെ ഉള്ള എനിക്കും മക്കളും ചെറുമക്കളില്ല, എന്നാലും നമ്മുടെ കുടുംബത്തിൽ നോക്കുമ്പോഴത്തേക്ക് മക്കളും മരുമക്കളും ചെറുമക്കളുള്ള അമ്മമാരുടെ ദുഃഖം എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം നമ്മൾ വർഷത്തിലൊരിക്കൽ ഇങ്ങനെയാണ് എല്ലാവരും കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് കൂടും. പക്ഷെ ഇങ്ങനെ ഒരു ഇനി ഞങ്ങൾ ഒന്നിച്ച് കൂടുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ചർച്ച ചെയ്യണത്. ദുഃഖകരമായ വാർത്തയാണ്. ആ പെൺകുട്ടി കാണിച്ചത് ശരിയാണോ? കാണിച്ചത് അവരെ വലിച്ചേരി ഒട്ടുകയാണ്. ആ ചെയ്ത തെറ്റാ, അവൾക്ക് അതിനൊരു ശിക്ഷയൊക്കെ കൊടുക്കണം. കാരണം അവളുടെ ഈ ചാനലിന്റെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ 42 വയസ്സുള്ള ജീവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്ന് ജീവൻ പോയില്ലേ? അതാ പോയി. കുടുംബത്തിന്റെ നാഥനെ പോയി എല്ലാം നഷ്ടപ്പെട്ട. അവളെ പോലുള്ളവരെ ഗ്യാസ് എടുത്ത് തൂക്കിക്കൊള്ളണം. ഒരു കുടുംബത്തിന്റെ ജീവിതമാണ് അവർ നശിപ്പിച്ചത്. അങ്ങനെയുള്ള സ്ത്രീകളൊന്നും പാടില്ല. നല്ല സ്ത്രീകളെ പേരുകൂടെ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യണത്. നല്ല ഒരുപാട് സ്ത്രീകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ അലവലാത സ്ത്രീകൾ ഇറങ്ങി അവരെ പേരും കൂടെ ഇല്ലാതാക്കുകയാണ്. അവരെ അതുകൊണ്ട് പാവപ്പെട്ട ഒരു കുടുംബം തന്നെ തുളഞ്ഞേക്കുകയാണ്. ശുദ്ധ പോക്രിത്തനം അവൾ കാണിച്ചത്. അത് മര്യാദയില്ലാത്തതാണ്. അതിന്റെ വീഡിയോ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നില്ലേ? ഇവനെ വേണ്ടി വരുത്തി തീർത്തതാണ് എല്ലാവരും കൂടെ. പാവം ആ ചേട്ടൻ മരിച്ചുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം സമൂഹത്തിലുള്ള ഈ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഇവിടെ ആരുമില്ല. എന്ത് ചെയ്യും? ആര് നോക്കും? 42. എനിക്ക് ആ ഏജാണ്. എനിക്ക് 43 വയസ്സായി. ഒരു പെണ്ണ് വന്നിട്ട് നമ്മൾ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഒരു പെണ്ണ് വന്ന് നമ്മളിങ്ങനെ ഹറാസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജനങ്ങൾ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇതിനെതിരെ പ്രതികരിക്കും. ആര് പ്രതികരിക്കും? രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാവരും പെണ്ണിൻ്റെ കൂടെ നിൽക്കും. ആണുങ്ങൾക്ക് വേണ്ടി ആരുമില്ല. മുകളിലിരിക്കുന്ന ദൈവമുണ്ട്. അത്രേ ഉള്ളൂ. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ 2 പിള്ളേർ വഴിയാറായി. നാദം പോയി. പിന്നെ ആരുണ്ട്? ആ പിള്ളേരെ ആ കാര്യങ്ങൾ ഇനി ആരും നോക്കും? വലിയ കഷ്ടമായി പോയി. അവരുടെ യൂട്യൂബ് ചാനൽ വലുതാവാൻ വേണ്ടി അവരത് ചെയ്തത്, പൈസയ്ക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ റീച്ചായി, ജീവൻ പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ദീപക്കല്ലേ അറിയാം. പക്ഷേ ഞാൻ കൂടുതൽ വായിച്ചിട്ടില്ല. ശരി, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം പെൺകുട്ടി ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ആ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തത് മാനസിക പ്രശ്നം വന്ന് ആത്മഹത്യ ചെയ്തു. പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാഗം ഇപ്പം പെൺകുട്ടി അത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പം പെൺകുട്ടി ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിൽ എല്ലാവരും കൂടെ നമ്മളെ എന്തെങ്കിലും പറയുന്നതെന്തെങ്കിലും തെറ്റിപ്പോയാൽ ഉടനെ അകത്തായി പോകും. നമ്മളിപ്പോൾ അത് ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 പേര് തെറ്റെന്ന് പറയും, 100 പേര് അവരെ സപ്പോർട്ട് ചെയ്യാനേ ആൾക്കാരുണ്ടാവുള്ളൂ. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ പെണ്ണുങ്ങളുടെ കൂടെ ആൾ നിൽക്കുകയുള്ളൂ. ആണുങ്ങൾ ഇപ്പം നിങ്ങളൊരു തെറ്റ് ചെയ്യാതെ നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ കാലം അതാണ്. ശരി, ഏതായാലും നമ്മൾ സംസാരിച്ച ഒരു വ്യക്തി പോലും ആ കുട്ടിക്ക് അനുകൂലമായി സംസാരിച്ചിട്ടില്ല. കേരളമാകെ ചർച്ചയാണ്. എവിടെയും രോക്ഷം പുകയുകയാണ്. ഇന്ന് രാവിലെ ചില കാഴ്ചകളെ കാണാൻ പറ്റി. അതായത് കാർബോർഡൊക്കെ ദേഹത്ത് വെച്ച് കെട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന ചിത്രവും വീഡിയോ കാണാനിടയായി.
മുട്ടൽ കൈ അങ്ങ് മുട്ടല്ലേ. ഇതൊക്കെ ഉള്ള സത്യമില്ലേ ആ എന്തേ കോയിട്ട് ഇവിടെ മുള്ളൊക്കെ ഇച്ചിട്ട് നിക്കണേ തന്നെ. ആ അതാ മുള്ളച്ചട്ടിന് ജീവിക്കാനുള്ള പൂതിയാ. എന്നാ കട നോക്കിട്ട് നോക്കിയാ. ആരും ഒന്നും വിചാരിക്കേണ്ട ആവശ്യിക്കാനുള്ള കൊതി കൊണ്ടാ ഇങ്ങനൊക്കെ. ഒന്നിനെയും വിശ്വസിക്കാൻ കഴിയില്ല. എവിടെങ്കിലും ഒന്ന് തട്ടിയാ മതി, പിന്നെ അത് മതി. ഇനി എവിടെ പോവാണേലും ഇതിട്ടോണ്ട് പോകണം. കഷ്ടം തന്നെ. ഒരാളുടെ സ്വാർത്ഥ താല്പര്യത്തിനും ധനമോഹത്തിനും വേണ്ടി കാണിച്ച ഒരു ശുദ്ധതമാടിത്തരം കൊണ്ട് നഷ്ടമായത് ഒരു കുടുംബത്തിൻ്റെ നാഥനെയാണ്. കേരളമാകെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എല്ലായിടത്തും രോക്ഷം പുകയുകയാണ്. ഇസ്മേൽ തോണ്ടി, ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.